ഹായ് ഹലോ പ്രൈസ് ദ ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ അടിസ്ഥാനമായിരിക്കുന്നിടത്തോളം കാലം ഏതവസ്ഥയിലും കർത്താവ് നമ്മളെ താങ്ങും. ചില ജീവിത പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മുന്നിൽ ചിലപ്പോൾ വഴി നമ്മൾ കണ്ടു എന്ന് വരില്ല, എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞു എന്ന് വരില്ല. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തൻ. സ്വർഗത്തിലെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവിന് എല്ലാവരോടും സ്നേഹമാണ്. സകല ജഡത്തോടും കർത്താവ് സ്നേഹമുള്ളവനാണ്. സകല ജഡത്തെയും കർത്താവ് പരിപാലിക്കുന്നു. എന്നാൽ തൻ്റെ ഭക്തന്മാരോട് കർത്താവിന് അധികം സ്നേഹമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പുലർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. സാറാഫാത്തിലെ വിധവയുടെ കഥ നമുക്കറിയാം. ആകെ ഒരല്പം മാവുണ്ടായിരുന്നിട്ട് അതുകൊണ്ട് അപ്പം ചുട്ട് താനും മകനും കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാനിരുന്ന ഒരു വിധവയുടെ അടുത്തേക്ക് സർവശക്തനായ ദൈവം ഏലിയാ പ്രവാചകനെ അയക്കുന്നു. ഹല്ലേലൂയ. ഏലിയാ പ്രവാചകന് സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ സാറാഫാത്തിലേക്ക് പോകുക, നിന്നെ അവിടെ പുലർത്തേണ്ടതിന് ഞാൻ നിനക്കായി ഒരു വിധവയെ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ വിധവയുടെ കാര്യത്തിൽ ഏലിയാവായിരുന്നു വിധവയെ സംരക്ഷിപ്പാൻ, ഇനിയുള്ള ജീവിതത്തിൽ ദൈവിക നന്മകളെ അനുഭവിപ്പാൻ, ക്ഷാമമില്ലാതെ ജീവിപ്പാൻ കർത്താവ് അവൾക്കായി കരുതിയിരുന്നത് ഏലിയാ പ്രവാചകനെയായിരുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, എന്തിനാണിത് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാതെ കർത്താവിലേക്ക് നോക്കാം. ചില സമയത്ത് നമ്മൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉത്തരങ്ങൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മളെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അറിയുന്ന ഒരു കർത്താവ് ചില സമയങ്ങളിൽ പരീക്ഷണങ്ങളിൽ നമ്മളെ വളയ്ക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ ഒടിച്ചു കളയാറില്ല. വീണ്ടും വിശ്വസിക്കാം, കർത്താവിനെ മുറുകെ പിടിക്കാം. സാഹചര്യം എത്ര തന്നെ മോശമായിക്കോട്ടെ, മരണം സാത്താൻ്റെ പദ്ധതിയാണ്, ജീവിതം നിത്യജീവൻ കർത്താവിൻ്റെ പദ്ധതിയും. ഭൂമിയിലെ കഷ്ടങ്ങളേക്കാൾ, ഭൂമിയിലെ അനുഗ്രഹങ്ങളേക്കാൾ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് വലുതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, എല്ലാം കർത്താവ് കൃത്യമായ സമയത്ത് നന്നായി തന്നെ ചെയ്യും. ക്ഷാമത്തിൻ്റെ മധ്യത്തിലാണോ, പ്രയാസത്തിൻ്റെ മധ്യത്തിലാണോ, കുടുംബമായി കൈകോർത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വിശ്വസ്തനായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വഴിയെ തുറക്കും. ഗോഡ് ബ്ലെസ് യു.